ബൈജു സൂചിപ്പിച്ചതുപോലെ എസ് പിക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഇന്നലെ അവിടെ വന്ന് നടത്തിയ വീരവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്ത് വെറും കാട്ടിക്കൂട്ടലായിരുന്നു അതൊക്കെ എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി രഞ്ജിത്ത് അടക്കം പറയുന്നു എസ് പി അവിടുന്ന് മാറിയതിനു ശേഷം കൃത്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ സാധിച്ചു എന്നത്. അതൊക്കെ എത്രമാത്രം വലിയ വാക്കുകളാണെന്ന് കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും സെൽഫി എടുക്കാൻ നടപടി കാർവാൻ എസ് പിയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കാർവാൻ എസ് പി എം നാരായണനാണ് ഫേസ്ബുക്ക് പേജിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം നടക്കുന്നത്. ഔദ്യോഗിക പേജിലാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് അദ്ദേഹം ചെയ്തത്. അതിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. ഈ സ്ഥലത്ത് നിന്ന്, ഈ ദുരന്തമുഖത്ത് നിന്ന്, ഒരുപാട് ജീവനുകൾ കുടുങ്ങിക്കിടക്കുന്ന ഈ ദുരന്തമുഖത്ത് നിന്ന് അദ്ദേഹം സെൽഫി എടുക്കുന്നു, അവിടെ വന്ന് ഒരുപാട് വീരവാദങ്ങൾ മുഴക്കുന്നു. പക്ഷെ ഒന്നും ഫലവത്താകുന്നില്ല. ഇന്നലെ മുതൽ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ എസ് പിക്കെതിരെ ഉയർന്നത്. ഏറ്റവും പ്രധാനമായി എസ് പി ഇന്നലെ സ്ഥലത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് കുറച്ചും കൂടി വേഗം കൈവന്നത് എന്നുള്ള പരാമർശങ്ങളടക്കം പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതൊക്കെ വലിയ തരത്തിൽ എസ് പിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദുരന്തമുഖത്തു നിന്നുള്ള എസ് പിയുടെ സെൽഫിയാണിത്. ഇത്രമാത്രം ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. തുടരുന്നുണ്ട് കെ വി ബൈജു ശിരൂരിൽ നിന്നും. ബൈജു, ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്നലെ നമ്മൾ കേട്ടതായിരുന്നു അവിടെ വന്ന് എസ് പി നടത്തിയ വീരവാദങ്ങളൊക്കെ. പക്ഷേ എല്ലാം ഒരു കാട്ടിക്കൂട്ടലായിരുന്നു എന്ന് പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വന്ന്, പ്രത്യേകിച്ചും രഞ്ജിത്ത് ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരു കാട്ടിക്കൂട്ടലായിരുന്നു എന്ന് തോന്നിപ്പോകും അല്ലേ? തീർച്ചയായും മാധ്യമങ്ങളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറ്റം. ഇപ്പോഴും നമ്മൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് 2 കിലോമീറ്റർ മാറി ഇപ്പോഴും നമ്മളെ തടഞ്ഞു വെച്ച ഒരു അവസ്ഥ തന്നെയാണ്. ഈ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇത്തരത്തിൽ ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റിവിടരുതെന്ന്. മാത്രമല്ല ഈ ബന്ധുക്കളെ ഇവിടത്തേക്ക് കയറ്റിവിട്ടതുപോലും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങളോ ഏതെങ്കിലും വിവരങ്ങളോ നൽകരുത് എന്ന ഉപാധിയോടുകൂടിയായിരുന്നു. വളരെ വൈകിയും അവർക്ക് ഇത്തരത്തിൽ അകത്തേക്ക് പ്രവേശനം നൽകിയത്. സ്വന്തം സഹോദരൻ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ജീവവായുവിനായി ഇത്തരത്തിൽ പിടിയുമ്പോൾ അതിന്റെ മുകളിൽ ചവിട്ടി നിന്ന് ഒരു സെൽഫി എടുക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ ഒരു മനോനില ഒന്ന് പരിശോധിച്ചാൽ മതി. അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഏതായാലും ഉയരുന്നുണ്ട്. മാത്രമല്ല ജില്ലാ കലക്ടർക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇതിലും വലിയ അപകടങ്ങൾ കേരളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതിലും വലിയ പ്രതികൂലമായ കാലാവസ്ഥയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെയൊക്കെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി, പക്ഷെ നമുക്ക് അതൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. ഞാൻ നേരിട്ട് ആ സ്ഥലത്ത് പോയ ഒരാളെന്ന നിലയിലാണ് അത് മനസ്സിലാക്കിയത്. 3-4 JCB ഉപയോഗിച്ച് 1 മാസമോ 2 മാസമോ എടുക്കും. അത്രത്തോളം വലിയ ഒരു വ്യാപ്തിയാണ് ഈ അപകടത്തിനുള്ളത്. വലിയ തോതിലുള്ള പാറ കഷ്ണങ്ങളും മണ്ണും. എനിക്കിപ്പോൾ ഈ ഭാഗത്തായി, ഈ ഗോവ ഭാഗത്തായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നീണ്ട നിരയായി അവർ കെട്ടി കിടക്കുന്നത്. അവർ വലിയ തോതിൽ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരെ തൊട്ടപ്പുറത്തുള്ള മംഗളൂരുവിൽ നിന്നും വരുന്ന വാഹനങ്ങൾ, അത് ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിലുണ്ട്. ഈ ഗതാഗതം പോലും ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചു വിട്ടോ അതുപോലും ഇവർക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ. സത്യത്തിൽ എന്താണ് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. വെറുതെ JCB ഉപയോഗിച്ച് ചെറിയ തോതിലുള്ള മണ്ണ് മാറ്റുന്നു. പ്രധാനമായും ഇവർ ഈ ദേശീയപാതയിലെ മണ്ണ് മാറ്റാനായിരുന്നു ശ്രമം നടത്തിയത്. റഡാറിൽ ഇത്തരത്തിൽ കൃത്യമായ ഈ ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയാൽ വളരെ അടിയന്തരമായ ലോറി പുറത്തെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ ഈ ലോറിക്ക് തൊട്ട് സമീപത്തായി മറ്റ് വാഹനങ്ങളും അതേ സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടാവും. കാരണം നമുക്കറിയാം ഇത്തരം സ്ഥലങ്ങളിൽ കൂട്ടമായി വാഹനങ്ങൾ നിർത്തിയിട്ട് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് ഉള്ള വാഹനങ്ങൾ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും. ആ സ്ഥലത്ത് നേരിട്ട് പോയപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ആ ഭീകരത
അത്രയും വലിയൊരു ഭീകരതയായിരുന്നു ആ മണ്ണിടിച്ചിൽ. പക്ഷെ അതിന് 5 ദിവസം കഴിയുമ്പോഴും അതേപടി അതവിടെ കിടക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനോ വാഹനങ്ങൾക്ക് അതിലെ കടന്നു പോകാനോ ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസിന് പോലും കൃത്യമായി അവിടെ എത്തിയാൽ തിരിച്ച് വരാൻ പറ്റാത്തൊരു സാഹചര്യം. ഏതായാലും 1 മണിക്കൂർ മാത്രമാണ് നമുക്കവിടെ ചെലവഴിക്കാൻ പറ്റിയത്. പിന്നീട് നമ്മളെല്ലാം പോലീസ് ജീപ്പിൽ ബലമായി പിടിച്ചു കയറ്റി പുറത്തേക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ശീരൂരിന്റെ താഴ്ഭാഗത്ത് എനിക്ക് പിറകിലും കാണാം ഈ മണ്ണ് ഇതും ദേശീയപാതയുടെ ഒരു അരികിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും മണ്ണിടിച്ചൽ ആ രീതിയിലുണ്ട്. ഇവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഇതിൽ പ്രശ്നത്തിന്റെ ഗൗരവം ഏതായാലും വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും നിലവിൽ നല്ല മഴ പിടിച്ച ഒരു കാലാവസ്ഥയാണ്, ഇരുണ്ട് കൂടിയ ഒരു കാലാവസ്ഥയാണ്. ഏതായാലും സൈന്യം എത്തുന്നതോടുകൂടി ഈ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയൊന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അവർ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയായിരിക്കും വരിക. അത്തരത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതീക്ഷയാവും. ഏതായാലും ഇനി സൈന്യത്തിന് വരവ് കാത്തിരിക്കുകയാണ് ഈ ഓരോ മലയാളിയും, ഒപ്പം നമ്മളും. അതുപോലെ തന്നെ ഈ കർണാടകയിൽ ഈ പരിസരത്തും പ്രദേശത്തുമുള്ളവരും, കാരണം ഇവിടെയുള്ളവരും ഈ അപകടത്തിൽപ്പെട്ടവരിൽ ഉൾപ്പെടും. അവരെ കുറച്ചുപേരെ കാണാതായിട്ടുണ്ട്. എന്തായാലും 8 പേർ ഇത്തരത്തിൽ മരണപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന വലിയ ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം, അവർ തന്റെ പബ്ലിസിറ്റിക്കായി ഇത്തരത്തിൽ ഫോട്ടോ ഒക്കെ എടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് താനാണെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നു. ഏതായാലും ഈ പോലീസിന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്നും ഈ സംഭവം മാറുകയാണ്. അത് പൂർണ്ണമായും സൈന്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. വളരെ വൈകാതെ തന്നെ സൈന്യം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. രക്ഷാപ്രവർത്തന ദൌത്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. മുഖ്യമന്ത്രി കൂടി വൈകിട്ട് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഈ കുടുംബം അംഗങ്ങൾ ഇവർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അവർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ റഡാറിൽ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ തർക്കിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമയമല്ല എന്നറിയാം. പക്ഷേ ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഈ അലംഭാവം, ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് ഇങ്ങനെയാണോ എന്നത് ചോദ്യമാണ് നമുക്ക് ഇവിടെ നിന്നും ചോദിക്കാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിൽ 250 മീറ്റർ നീളത്തിൽ മല കണക്കെ ഇടിഞ്ഞു വീണ മൺകൂരയ്ക്കുള്ളിൽ നിന്ന് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പ്രതിസന്ധി അർജുൻ അതിജീവിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. ആ വാർത്ത കേൾക്കാനാണ് കേരളം കാത്തിരിക്കുന്നത്.